അസ്സലാമു വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോകാം. എനിക്ക് 3 മുത്തച്ഛികളാണ്. അതിൽ മൂന്നാമത്തെ മുത്തച്ഛി അവരുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവരുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ 2 മുത്തച്ഛികളും പിന്നെ ഉപ്പ ഉമ്മ ഒക്കെ ആയിട്ട് പോവാണ്. ഉപ്പ നമ്മളെ പന്തീരങ്കാവ് ഇറക്കി തരുള്ളൂ കേട്ടോ. കാരണം ഇന്ന് എല്ലാവർക്കും ഭയങ്കര ജോലി തിരക്കാണ്. ജുനേഷ്കാക്കും ഉപ്പക്കൊക്കെ അങ്ങനെ നമ്മളെ തൽക്കാലം പന്തീരങ്കാവ് ഇറക്കി തരുമോ ചോദിച്ചപ്പോൾ ഉപ്പ അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാറിൽ കയറി കേട്ടോ. പിന്നെ പന്തീരങ്കാവ് എത്തി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. മോൻ്റെ മാഷാ അല്ലാഹ് 4ാമത്തെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നമ്മളെ പന്തീരങ്കാവ് എത്തി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ അവിടുത്തെ ഒരു ഫാൻസി കയറിയിട്ട് മോനിക്ക് എന്തെങ്കിലും ടോയ്സ് കാര്യങ്ങളൊക്കെ വാങ്ങണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇങ്ങനെ കയറി കേട്ടോ ഫാൻസിയിലേക്ക്. മുത്തശ്ശികളൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആമിർ മോന് ഏറ്റവും ഇഷ്ടം JCB ട്രക്കർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. ചിലപ്പോൾ ഇവരുടെ ഫീൽഡ് അതാണ്, ഉപ്പാൻ്റെയും ബ്രദേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും മക്കൾക്കൊക്കെ അതിനോട് താല്പര്യം. അങ്ങനെ നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമുക്കിഷ്ടപ്പെട്ട 2 ടോയ് വാങ്ങി കേട്ടോ. അത്യാവശ്യം മോനിക്ക് കളിക്കാനൊക്കെ പറ്റിയ നല്ല ഉറപ്പുള്ള ടോയ് തന്നെ വാങ്ങി. അങ്ങനെ നമ്മൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ മോനിക്ക് ഗിഫ്റ്റ് പോലെ അങ്ങനെ കൊടുക്കുമ്പോൾ അത് പൊളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആമിർ മോനിക്ക്. അപ്പോൾ നമ്മൾ അതാണ് കാര്യമായിട്ട് ഇങ്ങനത്തെ ടോയ്സ് വാങ്ങിയത്. അതാകുമ്പോൾ എനിക്കിങ്ങനെ ഗിഫ്റ്റ് പോലെ പൊളിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ മക്കളെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോഴും മോൻ്റെ ബർത്ത്ഡേ സത്യം പറയുകയാണെങ്കിൽ കഴിക്കും, പക്ഷേ ഇങ്ങനെ കേക്ക് മുറിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ ബ്രദറിന് തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ ഇന്ന് നമ്മളെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ, അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാംഗിൾസൊക്കെ ഒന്ന് നോക്കിട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ കണ്ടൊരു സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മളെ തൊട്ടടുത്തുള്ള ധാന ബേക്കറിയിലേക്കൊന്ന് കയറാം, എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് വാങ്ങാൻ വിചാരിച്ച് കയറിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് മോനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ കേക്ക് മുറിക്കാനൊക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ പോവല്ലേ, അപ്പോൾ നമുക്ക് ഒരു കേക്ക് വാങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ജുബൈൻക്കാക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. എന്നാലും നമ്മൾ മോൻ്റെ ഒരു സന്തോഷത്തിന്, അല്ലാതെ ബർത്ത്ഡേ ആഘോഷിക്കാനെന്ന് വിചാരിച്ചിട്ടല്ല, മോൻക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കേക്ക് വാങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലിഷ്ടപ്പെട്ടത് വൈറ്റ് വെഞ്ചോൻ്റെ ഒരു കേക്കാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ പേരൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആമിർ എന്നൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജുനേഷ്ക ഇങ്ങനെ നമ്മളെ കണ്ടപ്പോൾ അവിടെ ബൈക്ക് നിർത്തി കേട്ടോ. ജുനേഷ്കാക്ക് ഇന്ന് നല്ല തിരക്കാണ്. അപ്പോൾ ഒരു കളക്ഷന് പോണ വഴിക്ക് നമ്മളെ കണ്ടപ്പോൾ അവിടെ നിർത്തി. ഞാൻ ഐഫൂസ് ഒക്കെ നിന്ന് കേട്ടോ. ജുനേഷ്കാക്ക് ഒഴിവില്ലായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ബസ്സിനൊന്നും പോകാൻ വിടുകയില്ല, കാരണം കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടേ. അങ്ങനെ നമ്മൾ ബസ് കയറലും കുറവാണ്. അങ്ങനെ നമ്മൾ ജുനേഷ്ക വർത്താനൊക്കെ പറഞ്ഞ് പോയി കേട്ടോ. പിന്നെ നമ്മൾ ബസ് കുറേ കാത്തുനിന്നിട്ടാണ് ബസ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ബസ് കയറി. അപ്പോൾ നമ്മളിതാ കുറ്റിക്കാട്ടൂരിലേക്ക് ബസ്സിലിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ പുത്തൂർമട റോഡും ഒക്കെയാണ് കേട്ടോ. ചില ആൾക്കാരിങ്ങനെ നമ്മളെ പേഴ്സണലായിട്ട് പറയും, ഇതുപോലത്തെ വീഡിയോസിലൊക്കെ നമ്മളെ റോഡൊക്കെ കാണുമ്പോൾ ഒരു രസമാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറ്റിക്കാട്ടൂർ എത്തി. ഇനി അവിടെ നിന്ന് നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് വേണം അവരുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ കയറി നേരെ അവരുടെ വീട്ടിലേക്ക് പോവാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹരമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ബസ്സിലും ഓട്ടോറിക്ഷയിലൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. അല്ല ആമിറയാനെ ആമിറ ചിരിയൊക്കെ ഇവിടുത്തെ കുഞ്ഞോളമ്മ
അങ്ങനെ ചിന്നുത്താക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. നമ്മൾ കുറേ കാലമായി ഇവിടേക്കൊക്കെ വന്നിട്ട്. സത്യം പറയാൻ 3 വർഷത്തിൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ നമുക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് ജ്യൂസൊക്കെ തന്നിട്ടോ. അങ്ങനെ അവിടുത്തെ ചിന്നുത്താൻ്റെ ഉമ്മ അവിടെ ഇല്ലേനി. അങ്ങനെ നമ്മൾ വന്നെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മളെ കാണാൻ വന്നാട്ടോ. അങ്ങനെ ഉമ്മ എന്തൊക്കെയോ ചൂടാവുന്നുണ്ട് പറയാതെ വന്നതിനൊക്കെ. അങ്ങനെ നമ്മൾ വന്ന ഉമ്മ വന്ന പാടന്നെ നമുക്ക് ഇങ്ങനെ ബേക്കറിയും ചായയൊക്കെ വെച്ച് തന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ ഓർഡർ ചെയ്ത് വാങ്ങി കേട്ടോ. അപ്പോൾ മന്തിയാണ് നമുക്ക് ഓർഡർ ചെയ്തത്. സത്യം പറയുകയാണെങ്കിൽ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കിയത് ചോറും ചെമ്മീൻ കറിയും ഒക്കെ ഉണ്ടാക്കിയത് നമ്മൾ അത് മതിയെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ അവർ നമ്മൾ എത്തിയപ്പോൾ തന്നെ പെട്ടെന്ന് ഓർഡറൊക്കെ ചെയ്ത് മന്തിയൊക്കെ വാങ്ങിയിട്ടോ. നമ്മളത് കഴിക്കുകയാണ്. ഈ മന്തി കഴിച്ച് കഴിഞ്ഞ പാടന്നെ നമ്മളിവിടുന്ന് പോകും. കാരണം ഇപ്പോൾ ഏകദേശം ടൈം 2:30 ഒക്കെ ആയേനെ കേട്ടോ. കാരണം താത്താരെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും നമുക്കവിടെ എത്തണം. അപ്പോൾ നമ്മളിങ്ങനെ ചോറയ്പ്പിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ടാട്ടോ ചോറ് കഴിക്കുന്നത്. കുറേ കൊല്ലമായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. സത്യം പറയുകയാണെങ്കിൽ 3 വർഷം കഴിയാനായി ഉണ്ടാവും ഇങ്ങോട്ട് വന്നിട്ട്. നമ്മൾ അന്ന് ലാസ്റ്റ് ചിന്നത്താൻ്റെ ഇക്കാക്കൻ്റെ കല്യാണത്തിന് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ 2-3 ബലൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാമന് മോന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ബലൂണൊക്കെ കാണുന്നതൊക്കെ. അപ്പോൾ ഏതായാലും മോൻ്റെ ആഗ്രഹത്തിനൊത്ത് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ഇതാക്കാമെന്ന് വിചാരിച്ച് ബലൂണൊക്കെ ഇങ്ങനെ വീർപ്പിക്കുകയാണ്. അപ്പോൾ ഇതാ ചിന്നത്താൻ്റെ ഇക്കാക്കൻ്റെ വകയുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മോന് കേക്ക് മുറിക്കുമ്പോൾ ഇടാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഫോട്ടോ എടുത്താണ്. അപ്പോൾ നമ്മളാ കേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. അപ്പോൾ അതാ കേക്കൊക്കെ റെഡിയായി ടേബിളിൽ കൊണ്ടുവച്ചിന്. അങ്ങനെ മാഷാ അല്ലാ നമ്മളെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ മോനിക്ക് ഇങ്ങനെ പൊളിച്ച് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു ആമിറിനെ ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. കാരണം നമ്മളെ കൂടെ ഉള്ള മക്കളൊക്കെ ഭയങ്കരമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഐസുമോനൊക്കെ കരയുന്നുണ്ട്. അങ്ങനെ അത് ആമിർ മോന് നോക്കി പാടന്നെ നമ്മൾ കൊണ്ടുവയ്ക്കാനൊക്കെ പറഞ്ഞാണ്. പിന്നെ ചിന്നത്താൻ്റെ ഉമ്മ നമ്മൾ മുറിച്ച കേക്കൊക്കെ കട്ടാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് പ്ലേറ്റിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇനി ഇതാ ഒക്കെ കഴിഞ്ഞിട്ടോ. അൽഹംദുലില്ലാഹ് നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ റാഹത്തായിന്. കാരണം ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ബന്ധുക്കാരെ വീട്ടിൽ വരുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. പിന്നെ നമ്മൾക്ക് ഒരു രസമാണല്ലോ. അപ്പോൾ നമ്മൾ അവിടുത്തെ യാത്രകളൊക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് പോവാണ് കേട്ടോ. ഇനി നേരെ നമ്മൾ വീട്ടിലേക്കാണ്. ഇപ്പം തന്നെ ഏകദേശം ടൈം 4 മണി ആയിന് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നാണ്. അപ്പം ഉപ്പൊക്കെ പോയി വിളിച്ച് വീട്ടിലിരുത്തിനെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോവാണ്. അങ്ങനെ ചിന്നത്താൻ്റെ ഉമ്മ നമുക്കൊരു ഓട്ടോറിക്ഷ വിളിച്ച് തന്നാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരിട്ടിട്ട് അങ്ങനെ പോവും കേട്ടോ. കാരണം വന്ന ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ നമുക്ക് പോകുമ്പോൾ. കാരണം കുട്ടികളൊക്കെ ഒരു കഥായിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ടിട്ടുള്ള ഓട്ടോറിക്ഷ ഓല് പിടിച്ചു തന്നുകൊണ്ട് നമ്മൾ നേരെ പുളാങ്കരക്ക് അങ്ങനെ പോകും കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 5 മണി ഒക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിന് കേട്ടോ. അപ്പോൾ മൂത്ത മൂത്തശ്ശി അവരുടെ വീട്ടിൻ്റെ അവിടേക്ക് ഇറങ്ങിന് കേട്ടോ. അങ്ങനെ അവർ അങ്ങോട്ട് നടന്ന് പോവാണ്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എത്തിന് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.